രാവിലെ ആതിലിക്കാടെ പുറകെ കൊച്ചു പിള്ളേരെ പോലെ നമ്മുടെ സ്റ്റാഫ് ബാബു കൂടിയിട്ടുണ്ട്. അവൻ എന്തെങ്കിലും കാര്യങ്ങൾ കാണാനുണ്ടെങ്കിൽ ഇങ്ങനെ പുറകെ നടക്കും കേട്ടോ. അതാ പിണങ്ങി ഇറങ്ങിപ്പോകുന്നത് എന്തിനാണെന്നറിയോ? ഞങ്ങളിന്ന് കുറച്ച് ദൂരെ ഒരു വർക്കിന് വേണ്ടി പോവുക കേട്ടോ. കണ്ട രണ്ടുപേരോടെ പിണങ്ങി മാറിയിരിക്കുകയാണ് സിന്ധുഷയും ബാബു. അപ്പോൾ സിന്ധുഷയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും എല്ലാവരും പോകുന്നതിൻ്റെ ഒരു വിഷമമുണ്ട്. കാരണം രേഷ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് രേഷ്മയും വന്നായിരുന്നു കേട്ടോ. ബാബു ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. ബാബു പാവുന്നേം ചോദിച്ചോട്ടോ, സാർ എന്നെ കൂടി കൊണ്ടുപോകുന്നൊക്കെ ചെയ്ത് ആ പിണങ്ങിയിരിക്കുന്ന കൊച്ചുകുട്ടികളെ പോലെ. എന്നിട്ട് എന്തൊക്കെയോ പരാതിയും പരിഭവങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് മൈൻഡ് ചെയ്യാതെ എന്തൊക്കെയോ പറഞ്ഞങ്ങ് പോയി. ഞങ്ങളവനെ കുറേ കളിയാക്കി. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്ത് പാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ രേഷ്മയുണ്ട്, രേഷ്മ വലിയ ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എടുത്തെന്ന് വെച്ചാൽ നല്ല ട്രിപ്പ് മൂടുണ്ടായിരുന്നു. ഇന്ന് റിസപ്ഷൻ മേക്കപ്പാണ്. പോകുന്ന വഴിക്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് പോകണ്ടേ. നല്ല എമൗണ്ട് പെട്രോളൊക്കെ അടിച്ച് നമ്മളിങ്ങനെ പോവുകയാണ് കേട്ടോ. എന്നുവെച്ചാൽ മാക്സിമം ഒരു 11 മണി ആ ഒരു ടൈമിൽ, ഒരു 11 മണി 12 മണിക്കുള്ളിലെങ്കിൽ അങ്ങ് ചെല്ലണം എന്നുള്ളൊരിതാണ്. പിന്നെ ഇതാ എന്നാ പറയുന്നത്, നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ഡ്രൈവായിരുന്നു. ഡ്രൈവായിട്ട് തന്നെ കൂട്ടി അവിടെ പോകുന്നതും ഒരു ട്രിപ്പ് മൂഡ് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെന്ന് പറയുമ്പോഴത്തേക്കിന് ചില അവസരങ്ങളെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾ അല്ലേ, നമ്മളൊക്കെ വർക്ക് എത്ര സ്ട്രെസ്സും എത്ര ഉറക്കക്കുറവൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാലും കൂടെ ഉണ്ടെങ്കിൽ, അല്ലെ നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് കൂടെ നിൽക്കുന്ന നമുക്ക് വലിയ ഒരു എന്താ പറയുന്നത്, വലിയ സന്തോഷം കൊണ്ട് തരുന്നൊരു കാര്യം. നമ്മുടെ പാഷനാണെങ്കിൽ നമുക്കിത് ഉറപ്പായിട്ട് സന്തോഷം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്ണർ നമ്മൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമുക്ക് ഹാപ്പിനെസ് കൊണ്ട് തരുന്നതിന് കുറേയൊക്കെ ഒരു എന്താ പറയുന്നത്, ഒരു മാറ്റർ തന്നെയാണ്. പറ്റുന്ന ഹെൽപ്പൊക്കെ ചെയ്ത് തന്നോ, ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് തന്നു, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നു. എന്നുവെച്ചാൽ വീഡിയോ ഒക്കെ എടുക്കുന്ന കാണുമ്പോഴത്തേക്കിന് എടുക്കണ്ടെന്നൊക്കെ പറയും, എന്നാലും നമ്മൾ എടുക്കും കേട്ടോ, പിടിച്ചിർത്തി എടുക്കും. അപ്പം നേരത്തെ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മൾ നൗഫി ഇതാണ്. നൗഫി കുറേ നാൾ മുന്നേ, നമുക്കെന്ന് വെച്ചാൽ ഒരു 6 മാസം 7 മാസത്തിന് മുന്നേ ഫോണിൽ കൂടെ മാത്രം കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നൊരു കുട്ടിയാണ്. 2-3 ദിവസം മുന്നാണ് ഞാൻ കണ്ടത്. നല്ല മനസ്സിനോട് ഉടമയാണ് കേട്ടോ, പാവം കുട്ടിയാണ്. എന്ന് വെച്ചാൽ ഒരു ക്യൂട്ടാണ് ആൾ, വെറും പാവമാണ്, മനസ്സിലൊന്നും ഇല്ലാത്തൊരു പാവം കുട്ടി. പ്രത്യേകിച്ച് സജഷൻസും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്താ പറഞ്ഞത്, എന്നോട് ഒറ്റ കാര്യം പറഞ്ഞോളൂ, ഇതായി എനിക്ക് വിശ്വാസമാണ്, അത്രയും മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ആ വിശ്വാസം നമ്മൾ എത്രത്തോളം കാത്തു സൂക്ഷിച്ചെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫാസ്റ്റായിട്ടെന്ന് വെച്ചാൽ ഒരു 12 മണിയായി ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ. മാക്സിമം ഒരു 3 മണിക്ക് തീർക്കണം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ചെയ്തു. രേഷ്മ മുടിയൊക്കെ ക്രിമ്പ് ചെയ്ത് തന്നു കേട്ടോ. ഫുൾ മുടിയും രേഷ്മ തന്നെയാണ് ക്രിമ്പ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഓരോ കാര്യങ്ങളും അവളെ സ്കിൻ ടോൺ അനുസരിച്ച്, എന്ന് വെച്ചാൽ വലിയ വൃത്തിയുടെ ആവുകയും വേണ്ട, എന്നാൽ സുന്ദരിക്കുട്ടി ആവുകയും വേണം, ആ രീതിക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓരോ ഇത് കഴിയുമ്പോഴും ചോദിക്കും, ഇത്താ എങ്ങനെയുണ്ട്, എന്നെ കാണാൻ എങ്ങനെയുണ്ട്, സുന്ദരിയായോ എന്ന് ചോദിക്കും. ഞാൻ ഓൾറെഡി സുന്ദരിയാണ്, പിന്നെ ഇച്ചിരി മേക്കപ്പ് കൊടുത്ത് ഇച്ചിരി കൂടെ സുന്ദരിയായി. പാവം കുട്ടിയാണ്. എന്ന് വെച്ചാൽ ഒരുപാട് വലിയ ഇത് സജഷൻസോ കാര്യങ്ങളോ നിർബന്ധങ്ങളോ ഒന്നുമില്ല. എന്നോട് ബൺ ചെയ്യാനായിരുന്നില്ലേ പറഞ്ഞത്, പക്ഷെ അവൾക്ക് ഓപ്പൺ ഹെയർ ചേരുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഓപ്പൺ ഹെയർ തന്നെ ചെയ്ത് കൊടുത്തത് കേട്ടോ. ഓപ്പൺ ഹെയർ ഇപ്പം ചെയ്ത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതാണ് ഫൈനൽ ലുക്ക്. നൗഫിയുടെ വീട്ടുകാരും ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്താ പറയുന്നത്, അവൾ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡായി. അത് കണ്ടപ്പോൾ അവളുടെ മുഖത്തെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം. അപ്പോൾ ടാറ്റ ബൈ ബൈ.